അയ്യോ വൈൻ വേണമല്ലോ. കിരണ്ട റൂമില്ല. ദാരിദ്ര്യം പിടിച്ച മാട്ട റമ്മാന്നാ തോന്നുന്നത്. റമ്മാണെങ്കിൽ റമ്മ മതി, ഇത് മതി. മയങ്ങി വീഴോടാ നിങ്ങളൊക്കെ, കണ്ടോ? ഇതിനെ അവനിൽ വെക്കാം. നീർക്കണങ്ങൾ പോലെ ഉമ്മതരാം ഞാൻ. പൊളി സാധനം കണ്ടറിയത്തില്ലേ എടാ മോനെ. ആഹാ, പൊളിക്കും ഞാനിന്ന്, പൊളിച്ചടുക്കും ഞാൻ, വിട്ട് കൊടുക്കില്ല ഞാൻ. ഈശോയെ നന്നാവണേ. ഓക്കെ, നീർക്കണങ്ങൾ പോലെ ഉമ്മതരാം ഞാൻ. അയ്യോ പണ്ടാരടങ്ങാനായിട്ട് ഉറങ്ങുന്നു തോന്നി. ഈശോയെ എൻ്റെ കന്നി കേക്ക്. ഹലോ വർക്കിച്ചാ? മനസ്സിലാക്ക്. വേണ്ട, നിങ്ങളൊന്നും പറയണ്ട. നിങ്ങളോട് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ ക്രിസ്മസിന് ഇങ്ങനെ എത്തണേന്ന്. നിങ്ങൾ വരാത്തതുകൊണ്ട് എനിക്ക് ഒരു മൂഡും ഇല്ല. എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തോന്നുന്നില്ല, കേക്ക് ഉണ്ടാക്കാനും തോന്നുന്നില്ല. ഞാനൊന്നും ചെയ്തില്ല. നീ ഒന്ന് മനസ്സിലാക്കി. ഇവിടെ വന്നൊന്നും വരണ്ടാന്ന് ഓർത്തിട്ടില്ല, തിരക്കായതുകൊണ്ടാ. വന്നെന്ന് ഓർക്കും, പക്ഷെ മറന്നു പോകും. എൻ്റെ വർക്കിച്ചാ, നമ്മളൊക്കെ ജീവിക്കുന്ന എന്തിനാ? ഇങ്ങനെ തിരക്കും കൊണ്ട് നടന്നിട്ട് എന്തിനാ? നമ്മുടെ നല്ല നല്ല ആഘോഷങ്ങൾക്ക് പോലും വീട്ടിൽ വന്ന് വീട്ടുകാരുടെ കൂടെ ഒരു ക്രിസ്മസ് പോലും ആഘോഷിക്കാൻ നിങ്ങൾക്കൊന്നും പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്നത്തിന് ഈ ജീവിച്ചിരിക്കുന്നത്? തിരക്ക്. എൻ്റെ കേക്ക് ആൻറ്റി എടുത്ത് പുറത്തോണ്ടേ കളഞ്ഞാണോ? ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ, കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞതല്ലേ വന്നില്ല, ഞാൻ പിടങ്ങുമെന്ന്. എന്നിട്ട് പോലും നിങ്ങൾക്ക് എന്നോട് ഒരു ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വരുമായിരുന്നല്ലോ. പിന്നെ സ്നേഹം ക്രിസ്മസിൽ അല്ലിരിക്കണേ ആണ്. എന്നെ സംബന്ധിച്ച് അതൊക്കെ തന്നെയാണ്. നല്ലൊരു വിശേഷ ദിവസമായിട്ട് നിങ്ങളിങ്ങനെ എൻ്റെ അടുക്ക ഒന്നും ഇല്ലാതിരിക്കുന്നത് സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ്. സ്നേഹം ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞ വാക്കിന് വിലയുണ്ടായിരുന്നെങ്കിൽ
നിങ്ങൾ വന്നേനെ എൻ്റെ കൂടെ ക്രിസ്മസ് കൂടാനായിട്ട്. വേണ്ട, ഒന്നും പറയണ്ട. പോടുന്നു വെച്ചിട്ട് പോ, എനിക്കൊന്നും കേൾക്കണ്ട. പോ. എന്താടി മോളെ? ഒന്നുമില്ലെന്നൊന്നും പറയണ്ട. എന്തോ ഉണ്ട്, പറ. അല്ല, ഒന്നുമില്ല. നീ കാര്യം പറ ജിണങ്ങാതെ. അതെ, പിന്നെ കേക്ക് പറയ് കേക്കാം. അതല്ല, ഈ കേക്ക്. ഓ, ക്രിസ്മസ് കേക്കോ? ആ, അതിനാ നീ ഉണ്ടാക്കിയില്ലല്ലോ. കേക്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര ഇത് പറഞ്ഞിട്ട് ഒരു കേക്ക് നീ ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒന്ന് ടേസ്റ്റ് എങ്കിലും നോക്കായിരുന്നു. അത് ശരിയാണല്ലോ, ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ആ, കേക്ക് ഉണ്ടാക്കിയില്ലല്ലോ. ഇനിയിപ്പോ എന്നാ ഒരെണ്ണം മേടിക്കാം, അല്ലാതെ. അതെ അതെ അതെ. അയ്യോ, ദേ ക്രിസ്മസുകാർ വരുന്നു, കരോളിന്. ആ, ഞാൻ അന്ന് പോയി കാണട്ടെ. നീ വരുന്നെങ്കിൽ വാ. ആ, ഞാൻ വരാം. കേക്ക് ഇവിടെ പോയി. സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബദ്രഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ, ഉണ്ണി പിറന്നല്ലോ. വിണ്ണിൽ താരകൾ തൂകി തൂകി മണ്ണിൽ ഗോരിയ നാദങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി എന്നും ആഘോഷമുണരുകയായി. ഗബ്രിയേലിന്റെ ദർശന സാബല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബദ്രഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ദൂരെ നിന്നും തങ്കത്തിൽ സമ്മാനങ്ങൾ കൊണ്ടെത്തി രാജക്കന്മാർ ഒന്നായി പാടി വാഴ്ത്തിപ്പാടി ഹല്ലേലൂയ. എന്നും നിന്നെ ലോകത്താൽ ഉള്ളോരെല്ലാം വാഴ്ത്തുന്നേ, ഇന്നും നിന്റെ സ്നേഹത്താലെ ധന്യം ധന്യം വാങ്ങിയിരുന്നേ. ആദിരാജനേ, എൻ്റെ മാർഗദീപമേ, എൻ്റെ ജീവധാരയിൽ ചൈതന്യമേകണേ. ഉൾക്കൂട്ടിലെ പുൽപ്പായയിൽ കനിവായി വാഴണേ. പട്ടാസ് പൂക്കുറ്റി കമ്പിത്തിരി മത്താപ്പുറോക്കത്തി ചെമ്പൂത്തിരി ഗബ്രിയേലിന്റെ ദർശന സാബല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബദ്രഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. വിണ്ണിൽ താരകൾ തൂകി തൂകി മണ്ണിൽ ഗോറിയ നാദങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി. അയ്യോ കുറുവാ, എടാ കുറുവാ ഓടാ. അയ്യോ, ഞാൻ കള്ളനൊന്നുമല്ല. അകത്ത് കയറിയതാ. അകത്ത് കയറുന്നത് ഹോട്ടലോ? അല്ല, വാതിൽ തുറന്ന് കിടന്നപ്പോ ഞാൻ അടുക്കള ചെന്ന് നോക്കി. വാതിൽ തുറന്നു കിടക്കുന്ന കള്ളന്മാരല്ല, പിന്നെ പുണ്യാളന്മാരുണ്ടോ കേറണേ? കേക്ക് മാത്രം എടുത്ത് കഴിച്ചോളൂ. അടുക്കളയിരുന്ന് നിങ്ങൾ വിട്ടേ. പോലീസിനെ വിളിക്കൂ. എടാ വിടാന്. എന്നെ ഒന്നും ചെയ്യരുത്. ഇന്ന് കർത്താവിന്റെ തിരുപ്പിറവി ദിവസമല്ലേ? ചിലപ്പോ ഉണ്ണിയേശു അയച്ച ദൂതനായിരിക്കും. ഇതോ ഇതോ വിട് സഹോദരൻ. കേക്ക് അല്ലേ കഴിച്ചോളൂ? കേക്ക് മാത്രം കഴിച്ചോളൂ. തലക്ക് ശകലം ആണല്ലേ? ബാ, നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാം. ബാ സഹോദരൻ, മാറിയിരിക്കും അങ്ങോട്ട്. ബാ സഹോദരനാ.